ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമകൃഷ്ണൻ TB, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ച് നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇന്ന് നമ്മൾ വീണ്ടും എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഒരു മ്യൂട്ടഡ് ഓപ്പണിങ്ങും വൊളാറ്റിലിറ്റിയും തന്നെയാണ്. ഏഷ്യൻ മാർക്കറ്റുകളുടെ സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ ജാപ്പനീസ് മാർക്കറ്റ് ഇന്ന് വീണ്ടും പുതിയ റെക്കോർഡ് ഹൈ ഹീറ്റ് ചെയ്ത് റെക്കോർഡ് ഹൈയിലാണ് ട്രേഡ് ചെയ്യുന്നത്. ചൈനീസ് ഇൻഡെക്സുകളും ഇന്ന് 11-year 4-year ഹൈയിലൊക്കെയാണ് ട്രേഡ് ചെയ്യുന്നത്. സൗത്ത് കൊറിയൻ മാർക്കറ്റ് ഇന്ന് വീണ്ടും പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്ത് 8.45 ട്രേഡ് ചെയ്യുന്നത് സ്ലൈറ്റ്ലി വീക്കായിട്ടാണ്. പ്രോഫിറ്റ് ബുക്കിങ്ങിൻ്റെ ഒരു ഇമ്പാക്റ്റ് ആണ്. അതേസമയം ഹോങ്കോങ് മാർക്കറ്റ് ബെറ്റർ ആയിട്ടാണ് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. ഇന്നലെ അമേരിക്കയിലെ ഇൻഡെക്സുകളെല്ലാം തന്നെ സ്ലൈറ്റ്ലി വീക്കായിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ടെക്നോളജി സ്റ്റോക്കുകൾ, ആൽഫബറ്റ്, ആപ്പിൾ, അതുപോലെ തന്നെ NVIDIA സ്റ്റോക്കുകളാണ് ഇന്നലെ മുന്നേറിയത്. മറ്റ് സ്റ്റോക്കുകളെല്ലാം തന്നെ വീക്കായിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇന്ന് അമേരിക്കയിൽ മേജർ ഇവന്റ് US സുപ്രീം കോടതിയുടെ വിധിയാണ്. ട്രംപിന് താരിഫ് ഇമ്പോസ് ചെയ്യാനുള്ള പവറുകളുണ്ടോ എന്നുള്ള ഒരു വിധിയാണ് ഇന്ന് വരാൻ പോകുന്നത്. താരിഫ് ഇമ്പോസ് ചെയ്യാനുള്ള പവർ ട്രംപിന് ഇല്ല എന്ന് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഗ്ലോബൽ മാർക്കറ്റുകൾ പോസിറ്റീവായിട്ട് റിയാക്ട് ചെയ്യാനുള്ള സാധ്യതകളാണ് കാണുന്നത്. ഇന്ന് വൈകുന്നേരമാണ് വിധി വരുന്നത്. ഇനി ഇന്ത്യനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇന്നലെയും നമ്മുടെ മാർക്കറ്റിൽ നല്ല വൊളാറ്റിലിറ്റിയും അതുപോലെ തന്നെ ഒരു ലോവർ ക്ലോസിംഗ് ആണ് ഉണ്ടായിട്ടുള്ളത്. ഇതുവരെ പുറത്തു വന്നിട്ടുള്ള Q3 റിസൾട്ടുകളുടെ ഒരു ഇമ്പാക്റ്റ് ആണ്. സ്ലൈറ്റ്ലി ബിലോ എക്സ്പെക്റ്റേഷൻസ് ആണ് ഇതുവരെ വന്നിട്ടുള്ള Q3 റിസൾട്ടുകൾ. അതോടൊപ്പം തന്നെ ട്രംപിൻ്റെ അഡീഷണൽ താരിഫ് ത്രെട്ടും ഉണ്ട്. ഒപ്പം ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ്. ഈ 3 ഇഷ്യൂസാണ് ഇന്ത്യൻ മാർക്കറ്റിനെ ഇപ്പോൾ ഒരു വൊളാറ്റിലിറ്റിയിലേക്ക് എത്തിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള വൊളാറ്റിലിറ്റി വീണ്ടും കണ്ടിന്യൂ ചെയ്യുമെന്നുള്ള എക്സ്പെക്റ്റേഷനാണ്. അതേസമയം നമ്മൾ കമോഡിറ്റികളുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഗോൾഡും സിൽവറും തന്നെയാണ് ഇന്നലത്തെയും ഇന്നത്തെയും ഒക്കെ താരങ്ങൾ. ഇന്ന് മോർണിംഗിൽ വീണ്ടും സിൽവർ $90.13 പെർ ഔൺസ് സ്പോട്ട് സിൽവർ പുതിയ റെക്കോർഡ് ഹൈ ഹീറ്റ് ചെയ്തിരുന്നു. അതോടൊപ്പം തന്നെ ഗോൾഡ് ഇന്ന് റെക്കോർഡ് ഹൈനടുത്താണ് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. ഇന്നലെ ഹിറ്റ് ചെയ്തിട്ടുള്ള റെക്കോർഡ് ഹൈ $4635.2 പെർ ഔൺസ് ആണ്. സ്പോട്ട് ഗോൾഡ് ഇന്ന് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത് $4621 പെർ ഔൺസിനാണ്. അപ്പോൾ ഈ 2 കമോഡിറ്റികൾ വീണ്ടും മുന്നേറും എന്നുള്ളൊരു എക്സ്പെക്റ്റേഷനാണ്. അതോടൊപ്പം അലുമിനിയം ഇന്നലെ പുതിയ 4-year ഹൈ ഹീറ്റ് ചെയ്തിരുന്നു. അതേസമയം സിങ്കും മുന്നേറാണ്, കോപ്പറും മുന്നേറാണ്. ഓൾമോസ്റ്റ് കമോഡിറ്റികളെല്ലാം തന്നെ മുന്നേറാണ്. ഇന്ന് മോർണിംഗിലും അത്തരത്തിലുള്ള സെൻറ്റിമെൻ്റ് ആണ്. പുതിയ പ്രഡിക്ഷൻസ് വന്നിട്ടുണ്ട്. ഗോൾഡിൻ്റെ കാര്യത്തിൽ സിറ്റി ഗ്രൂപ്പ് പറയുന്നത് ഈ മാർച്ചിൽ തന്നെ ഗോൾഡ് $5000 പെർ ഔൺസ് സ്പോട്ട് ഗോൾഡ് ക്രോസ് ചെയ്യുന്നുള്ളൊരു ഇൻഡിക്കേഷനാണ്. അതുപോലെ തന്നെ സിൽവർ $100 പെർ ഔൺസ് ക്രോസ് ചെയ്യുന്നതാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ സിൽവറിനെ സംബന്ധിച്ച് വീണ്ടും ഒരു പോസിറ്റീവ് ന്യൂസ് വരികയാണ്. ചിക്കാഗോ മെർക്കൻറ്റൈൽ എക്സ്ചേഞ്ചിൽ ഇപ്പോൾ 5000 ഔൺസാണ് ഫ്യൂച്ചേഴ്സ് കോൺട്രാക്റ്റ് ഉള്ളത്. മിനി ഫ്യൂച്ചേഴ്സ് കോൺട്രാക്റ്റ് 1000 ഔൺസ് ഉണ്ട്. റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന് വേണ്ടി 100 ഔൺസിൻ്റെ ഫ്യൂച്ചേഴ്സ് കോൺട്രാക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോവാണ് ചിക്കാഗോ മെർക്കൻറ്റൈൽ എക്സ്ചേഞ്ചിൽ. തീർച്ചയായിട്ടും ഇതിന് വലിയ പോസിറ്റീവ് ഇമ്പാക്റ്റ് നൽകാനായിട്ട് സാധിക്കും. സിൽവർ വീണ്ടും മുന്നേറാനുള്ള സാധ്യതകളാണ്. അതോടൊപ്പം തന്നെ ഏപ്രിൽ 1 മുതൽ ഇന്ത്യയിൽ ലോൺ അഗൻസ്റ്റ് സിൽവർ ആരംഭിക്കുകയാണ്. അപ്പോൾ ഈ 2 ഇവൻറ്റുകളും അതുപോലെ തന്നെ സപ്ലൈ ഡിസ്റപ്ഷനും സിൽവറിനെ സംബന്ധിച്ച് വീണ്ടും പോസിറ്റീവ് ഇമ്പാക്റ്റ് തന്നെയാണ് നൽകാൻ പോകുന്നത്. അപ്പോൾ ഗോൾഡും സിൽവറും വീണ്ടും മുന്നേറും എന്നുള്ളൊരു എക്സ്പെക്റ്റേഷനാണ്. ഇനി നമ്മൾ IPO മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ഭാരത് കോക്കിംഗ് കോള് ഇന്നലെ ക്ലോസ് ചെയ്തിരുന്നു 143.85 ടൈംസാണ് ഓവർ സബ്സ്ക്രിപ്ഷൻ വന്നിരിക്കുന്നത്. ഓവറോൾ നോക്കുകയാണെങ്കിൽ റീറ്റെയിലേഴ്സിൻ്റെ ഓവർ സബ്സ്ക്രിപ്ഷനൊക്കെ താഴെയാണ്. അതേസമയം ഇൻസ്റ്റിറ്റ്യൂഷണൽ ഓവർ സബ്സ്ക്രിപ്ഷൻ വളരെ ഹ്യൂജാണ്. അതുകൊണ്ട് തന്നെ 40-50% ലിസ്റ്റിംഗ് ഗെയിനോടുകൂടി ലിസ്റ്റ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ സജസ്റ്റ് ചെയ്തിരുന്ന അവാന ഇലക്ട്രോ സിസ്റ്റംസ് സെക്കൻഡ് 21.71 ടൈംസ് ഓവർ സബ്സ്ക്രിപ്ഷൻ വന്നിട്ടുണ്ട്. ഒപ്പം ഇന്നലെ ആരംഭിച്ചിട്ടുള്ള നമ്മൾ സജസ്റ്റ് ചെയ്തിരുന്ന BSE SME IPO ഇൻഡോ SMC ഫസ്റ്റ് ഡേ 1.01 ടൈംസ് ഓവർ സബ്സ്ക്രിപ്ഷൻ വന്നിട്ടുണ്ട്. ഈ 2 IPOസും SME IPOയിൽ റിസ്ക് എടുത്ത് അപ്ലൈ ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിന് കൺസിഡർ ചെയ്യാവുന്ന IPOs ആണ്. അതോടൊപ്പം തന്നെ സ്റ്റോക്ക് സ്പെസിഫിക് ന്യൂസ് ഫ്ലോസ് നോക്കുകയാണെങ്കിൽ ഇന്ററാർക്ക് ബിൽഡിംഗ് പ്രൊഡക്ഷന് 130 കോടി രൂപ ഒരു ഓർഡർ കിട്ടിയിട്ടുണ്ട്. പോസിറ്റീവ് ന്യൂസാണ് ഇന്ററാർക്ക് ബിൽഡിംഗ് സൊല്യൂഷൻസിനെ സംബന്ധിച്ച്. ഇനി നമ്മൾ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സിൻ്റെ ആക്ടിവിറ്റീസ് നോക്കുകയാണെങ്കിൽ ഇന്നലെ അവർ വീണ്ടും സെല്ലേഴ്സാണ് 1499.81 കോടി രൂപയ്ക്കുള്ള സ്റ്റോക്കുകൾ വിറ്റിട്ടുണ്ട്. ഡൊമസ്റ്റിക് ഫണ്ടുകൾ 1181.78 കോടി രൂപയ്ക്കുള്ള സ്റ്റോക്കുകൾ വാങ്ങിയിട്ടുമുണ്ട്.
ഇന്ന് നമ്മളെ സംബന്ധിച്ച് വീണ്ടും വൊളാറ്റിലിറ്റി തന്നെയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. നാളെ ട്രേഡിംഗ് ഹോളിഡേ ആണെന്നാണ് പറയുന്നത്. 2 പ്രാവശ്യമായി എക്സ്ചേഞ്ചുകൾ ട്രേഡിംഗ് ഹോളിഡേ അനൗൺസ് ചെയ്യും, അതിനുശേഷം മാറ്റിയൊക്കെ ഉണ്ടായിരുന്നു. വീണ്ടും നാളെ ട്രേഡിംഗ് ഹോളിഡേ ആയിരിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ ലാക്ലസ്റ്റർ ആക്ടിവിറ്റീസ് നമ്മുടെ മാർക്കറ്റിലുണ്ടാവാം. മേജറായിട്ടുള്ളൊരു ഇവൻ്റ് ഇന്ന് ലോകത്തിൽ നടക്കുകയാണ്. സുപ്രീം കോടതി വെർഡിക്റ്റ് അമേരിക്കയിലത്തെ. തീർച്ചയായിട്ടും ട്രംപിൻ്റെ താരിഫ് അൺകോൺസ്റ്റിറ്റ്യൂഷണലാണ് എന്ന് വിധിക്കുകയാണെങ്കിൽ ഗ്ലോബൽ മാർക്കറ്റുകളെ സംബന്ധിച്ച് പോസിറ്റീവ് ഇമ്പാക്റ്റ് ആണ് എക്സ്പെക്ട് ചെയ്യുന്നത്. അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് നമുക്ക് വെള്ളിയാഴ്ചയിലത്തെ മാർക്കറ്റിലും എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ഡേ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻട്രിയോട് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.